ഹലോ, എല്ലാവർക്കും മൊയ്യക്കരത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ടാങ്കിന് ഗ്രീൻ എയർ ആൽഗയുടെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. ആ ഇഷ്യൂസ് ഇപ്പോഴും ഉണ്ട്. അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. ഓൾമോസ്റ്റ് കുറച്ചൊരു കുറവുണ്ടെന്നല്ലാതെ ഓൾമോസ്റ്റ് ആ സെയിം ഇഷ്യൂ ഇപ്പോഴും ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉണ്ട്. നമ്മൾ അന്ന് ചെയ്ത 3 കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം നമ്മുടെ ലൈറ്റിന്റെ വർക്കിംഗ് അവേഴ്സ് കുറച്ചു. നമ്മൾ 8 അവേഴ്സ് കറക്റ്റാക്കി 8 അവേഴ്സ് ആക്കി. അതേപോലെ തന്നെ നമ്മൾ അമോണിയം, അതായത് ഫോസ്ഫേറ്റും നൈട്രേറ്റും, ഇത് രണ്ടും ഇല്ലാത്ത ഫെർട്ടിലൈസർ നമ്മൾ ഉപയോഗിച്ചു. അതേപോലെ തന്നെ വാട്ടർ ചേഞ്ച് എല്ലാ ആഴ്ചയും ചെയ്തു. ഈ 3 കാര്യം നമ്മൾ ചെയ്തു. ആ 3 കാര്യം ചെയ്തിട്ടും അവസ്ഥ ഏകദേശം ഇതേപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. നമ്മൾ ചെയ്യാത്ത 3 കാര്യം എന്ന് പറഞ്ഞാൽ CO2, അത് കോസ്റ്റ്ലി ആണ്, അതുകൊണ്ട് നമ്മൾ ചെയ്തില്ല. ഗ്രാവൽ ക്ലീനിങ് നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് സ്പേസ് കുറവായതുകൊണ്ട് നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് ചെയ്യാൻ നിന്നില്ല. പിന്നെ 3ാമത്തെ കാര്യം പ്ലാന്റ്സിന്റെ മാസ് ഇൻക്രീസ് ചെയ്യുക. അത് നമ്മൾ ബൈ ചാൻസ് നമ്മളിപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ്സിന്റെ എണ്ണം നമ്മൾ വേറെ അഡീഷണൽ മേടിച്ച് വെക്കുകയാണെങ്കിൽ ഒരു പക്ഷെ ആൽഗ വരില്ലായിരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഭയങ്കര ഹെവി മാസമായിരിക്കും പ്ലാന്റ്സ്. നമുക്ക് ഫിഷസിനൊന്നും കാണാൻ പറ്റും. അപ്പൊ അത് അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പുതിയതായിട്ട് പ്ലാന്റ്സ് ഒന്നും വെച്ചിട്ടില്ല. ഉള്ള പ്ലാന്റ്സ് തന്നെ സർവൈവ് ചെയ്ത് എടുക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത് കുറച്ചും കൂടി വേഴ്സ്റ്റ് ആയിരുന്നു ഇതിന്റെ കണ്ടീഷൻ. ഞാൻ കുറച്ച് ഒരു 5-8 ഷ്രിമ്പ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അത് ഇട്ടതിന് ശേഷം കുറച്ചൊരു കുറവുണ്ട്. പക്ഷെ അത് പോരാ ആക്ച്വലി. കാരണം ഈ ഷ്രിംസിനൊന്നും ഈ കാണുന്ന ഈ മൊത്തം ആൽഗയൊന്നും എന്തായാലും ഇത് കഴിച്ചു തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിങ്ങനെ കാലങ്ങളോളം ഇങ്ങനെ തന്നെ ഉണ്ടാവും. അതായത് നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു മാറ്റം കാര്യങ്ങൾ വരുത്തുന്നില്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ നിൽക്കും. ഈ ആൽഗയും പ്ലാന്റ്സുകളും വലിയ കാര്യമായിട്ട് ഗ്രോ ഒന്നും ആവുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുള്ള ഫെർട്ടിലൈസർ മുഴുവൻ ഈ ആൽഗ വലിച്ചെടുക്കുകയാണ്. അപ്പോൾ പ്ലാന്റ്സിന് വലിയ കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾ കണ്ടറിയാം, അന്ന് കഴിഞ്ഞ 2 വീക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് കുറച്ച് ചേഞ്ചസ് ഉണ്ടായെന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ അതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്, റീസൺ എന്ന് പറയുന്നത് ഇതാണ്. ഈ ആൽഗ ഭൂരിഭാഗം ഈ ഫെർട്ടിലൈസർ അബ്സോർബ് ചെയ്യാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വേറൊരു ആൽഗിസൈഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ആൽഗാസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കെമിക്കൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. പലരും ഇപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ആൽഗ റിമൂവ് ചെയ്യാനായിട്ട് വേറെ ഒരു എന്താണ് പേര് എനിക്കറിയത്തില്ല. അത് അതിന്റെ ആൽഗിസൈഡ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഡയറക്റ്റ് വരാറ്. അത് പിന്നെ വരുന്ന 3ാമതാണ് ലിക്വിഡ് കാർബൺ. അത് അക്വേറിയം ഷോപ്പുകാർ കൊടുക്കുന്നത് ലിക്വിഡ് CO2 എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അത് പക്ഷെ ലിക്വിഡ് CO2 അല്ല, അത് ആക്ച്വലി അതൊരു ആൽഗിസൈഡ് ആണ്. ആക്ച്വലി ആൽഗാസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് ആക്ച്വലി ഉപയോഗിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ അത് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇതാണ് ആ പ്രൊഡക്റ്റ്. ഇത് എൻ്റെ അറിവിൽ ഇത് അക്വേറിയം റെമഡീസ് തന്നെയാണെന്ന് തോന്നുന്നു. അതെ, അക്വാറ്റിക് റെമഡീസ് തന്നെയാണ് ഇത് പ്രൊമോഷണൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇത് ഞാൻ മുമ്പ് ഉപയോഗിച്ച് കുറച്ച് സക്സസ് ആയ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് വീണ്ടും ഒന്ന് മേടിച്ചു എന്നുള്ളൂ. അല്ലാണ്ട് ഒരു പ്രൊമോഷനും ഇതിനകത്തില്ല. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ പ്രൊഡക്ട്സും അക്വാറ്റിക് റെമഡീസിന് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇതിനകത്തൊരു 1 ml ആണ് നമുക്ക് ഏകദേശം വേണ്ടത്. കാരണം 10 ലിറ്റർ ടാങ്ക് ആണ്, ഒരു 1 ml ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഇത് ഒന്ന് ഒഴിച്ച് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇത് നമ്മൾ ഒരു 1 ml ഒഴിച്ച് ഒരു 1 വീക്ക് കഴിയുമ്പോൾ എന്താണ് ആൽഗയുടെ അവസ്ഥ എന്നുള്ള കാര്യം നമുക്ക് അപ്പോൾ നോക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ നമ്മൾ നോർമൽ ഈ പറഞ്ഞ ലൈറ്റും ഫെർട്ടിലൈസറും വാട്ടർ ചേഞ്ചും നടത്തിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. നമ്മൾ ആൽഗേറ്റിങ് മറ്റേ ഷ്രിമ്പിന് വരെ ഇട്ടു, എന്നിട്ടും പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷെ ഇത് നമുക്ക് ഇനിയിപ്പോ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ലിക്വിഡ് കാർബൺ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. അപ്പൊ നമ്മൾ ഇനിയിപ്പോ ചെടുത്ത് ചെയ്യാൻ പോണത് ഇതൊന്ന് വെച്ച് ട്രൈ ചെയ്യാണ്. പിന്നെ മറ്റേത് മുമ്പ് പറഞ്ഞ പോലെ ഈ CO2 ഗ്രാവൽ ക്ലീനിങ്, ഇൻക്രീസ് പ്ലാന്റ് മാസ്. അപ്പൊ ഇൻക്രീസ് പ്ലാന്റ് മാസ് നമ്മൾ എന്തായാലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെയുള്ള 2 കാര്യം നമ്മളിപ്പോ തൽക്കാലം ഇപ്പൊ പെൻഡിങ്ങിൽ വെച്ചേക്കാണ്. നമ്മൾ ഈ ഒരു ലിക്വിഡ് കാർബൺ ട്രൈ ചെയ്തതിന് ശേഷം എന്താണ് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇനി ബാക്കി 2 CO2 അതുപോലെ ഗ്രാവൽ ക്ലീനിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയൊരു വീഡിയോയുടെ പുതിയൊരു അപ്ഡേറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.
നിങ്ങളൊക്കെയാണ് എൻ്റെ ഒരു സപ്പോർട്ട്. നിങ്ങൾക്ക് ഓൾറെഡി കണ്ടറിയാം സബ്സ്ക്രൈബേഴ്സ് ഒന്നും വളരെ കുറവാണ്. വേറെ ഒന്നുമല്ല, ഞാൻ റീസെൻ്റ്ലി ആയിട്ട് ഒരു വീഡിയോ ഞാനൊരു ഇതുപോലെ ഒരു അക്വേറിയത്തിൻ്റെ ഒരു വീഡിയോ റീസെൻ്റ്ലിയാണ് സ്റ്റാർട്ട് ചെയ്തത്. വേറെ ഒന്നുമല്ല, ഞാൻ ഇങ്ങനെ ഒരു അക്വേറിയത്തിൻ്റെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാലങ്ങളായിട്ട് ഒരു ഹോബിയിലുള്ള വ്യക്തിയാണ്. അപ്പോൾ പക്ഷേ പ്ലാന്റഡ് അക്വേറിയം ഞാൻ വളരെ കുറവേ ചെയ്തിട്ടുള്ളൂ. കുറവല്ല, ഞാൻ ഓൾമോസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയാം. ഇതിന് മുമ്പ് ഉള്ള ഒരു പ്ലാന്റഡ് അക്വേറിയം മാത്രമാണ് ഞാനത് ചെയ്തത്. അപ്പോൾ അപ്പോൾ ഞാൻ ഈ പ്ലാന്റഡ് അക്വേറിയത്തിനെ കുറിച്ച് ഇങ്ങനെ അക്വേറിയങ്ങളിലും അവിടേക്കും പോയി അന്വേഷിച്ചപ്പോൾ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള, അതായത് ഇപ്പം എന്താ പറയുക, ഒരു ഉപകാരം ഇല്ലാത്ത ഒരുപാട് പ്രൊഡക്ട്സുകൾ അക്വേറിയം ഷോപ്പിലുണ്ട്. അത് അങ്ങനെ പല റീസൺ പറഞ്ഞിട്ട് അവർ വിൽക്കുകയാണ്. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ നമുക്ക് വേണം, അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതേപോലെ ഒരുപാട് സാധനങ്ങൾ മേടിച്ച് വെറുതെ കാശും കാര്യങ്ങളൊക്കെ ടൈമും വേസ്റ്റ് ചെയ്യുക. നമ്മളൊരു അക്വേറിയം എന്ന് പറയുന്ന ഒരു പീസ് ഓഫ് മൈൻഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഉപയോഗിക്കുന്നത്. അത് ഒരു സ്ട്രെസ് ആവാൻ പാടില്ല ഒരിക്കലും. നമ്മൾ ഇതേപോലെ ഈ ആൽഗ ഇതൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമുക്ക് സ്ട്രെസ് ആകുമ്പോൾ ഒരു പീസ് ഓഫ് മൈൻഡാണ് നമ്മൾ അക്വേറിയം നമ്മൾ വീട്ടിൽ വെക്കുന്നത്. അപ്പോൾ അത് എപ്പോഴും അങ്ങനെ വേണം എന്നുള്ളൊരു ആഗ്രഹമുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ കുറച്ച് പ്രോബ്ലംസ് എന്തായാലും ഉണ്ടാവും, പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കൗട്ട് ചെയ്ത് പൊക്കോളും. അപ്പോൾ അങ്ങനെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് കാര്യങ്ങളും അക്വേറിയം ഷോപ്പിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് അത് സാധാരണക്കാരെ ആൾക്കാർ അത് കേട്ട് അതിൽ പെടരുത് എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള മെയിൻ കാര്യം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു ലിക്വിഡ് കാർബൺ ഒഴിച്ചു കൊടുത്തിട്ടുള്ള എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ നെക്സ്റ്റ് വീക്ക് ഒരു പകുതി, ഈ ആഴ്ച നെക്സ്റ്റ് വീക്ക് ഒരു 10 ദിവസത്തിനുള്ളിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് ഏകദേശം ഒരു ഐഡിയ കിട്ടും നമുക്കിത് കുറയുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയി നമുക്ക് അടുത്ത ആഴ്ച കാണാം.